നീ സംഭവം എന്താ അന്വേഷിച്ച് നോക്ക്. കൊടൈക്കനാൽ പോക്ക് നമുക്ക് പിന്നെ ആലോചിക്കാം. മോളെ തരേ. എടാ വിളിച്ച ആ കുട്ടിക്ക് കേക്കില്ലല്ലോ. മോളെ മോള് നോക്ക്. ചേട്ടാ മോന എന്താണ്? നീ ഇവിടെ വീട്ടിൽ കൊണ്ട് വിടെ. ഞാനിപ്പോ വരാം. നീ ഇതെങ്ങോട്ടാ? സാർ പ്ലീസ് ഇത് ചെയ്യരുത്. ആ കുട്ടിക്ക് മാഡം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. നാളത്തെ PTA മീറ്റിംഗിൽ മെയിൻ അജണ്ട അത് തന്നെയാ. പൊട്ടിയായ മോൾക്ക് ഒരു ഔദാര്യം ചെയ്തു കൊടുത്തപ്പോ തല കയറി വെട്ടാൻ നോക്കേ. ഈ കുറിപ്പിന് ശരിക്കും അറിയില്ല അവൾക്ക്. നീ ഒന്നും പറയണ്ട. ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ ആദ്യം നീ കൊടുക്കും, പിന്നെ ഞാനും. അത് വേണോ? നീ അത് മറന്നേക്ക്. നിനക്കൊന്നും അറിയില്ല, മനസ്സിലായല്ലോ? ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വണ്ടി എടുക്കണോ? തന്റെ മുഖത്ത് കണ്ടില്ലടോ? കണ്ടില്ല. എന്തിനാ അവൻ നിന്നെ വിളിപ്പിച്ചിരിക്കുന്നത്? അറിയില്ല. എന്തെങ്കിലും അവൻ അറിഞ്ഞോ പിന്നെ നീയില്ല. വാ തുറന്ന കൊന്നുകളെന്നായേ. വടസുതി എന്തെടിയാടോ താനടിച്ചേ? സോറി സാർ. ഞാനൊരു തമാശ പറഞ്ഞാടോ. താനിരിക്കും. താന്ന് വെച്ചിരിക്കടോ. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. തന്നെ എല്ലാവരും പുറത്ത് ചീത്ത പറയുന്നത് ഞാൻ കേട്ടു. അതാ ഞാൻ വിളിപ്പിച്ചേ. ഈ ഉണ്ടായതിൽ തനിക്കൊരു റോളില്ല കേട്ടോ. അതാലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എൻ്റെ ഹാർട്ടിൽ ചെറിയൊരു പേസ് മേക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ടേ. ജനിച്ചപ്പോൾ തൊട്ടുള്ള ഡിഫക്റ്റാ. അതിടയ്ക്ക് ഇങ്ങനെ ഒരു പണി തരും. പിന്നെ സ്കൂളിൽ നിന്നത്തെ ടെൻഷനെല്ലാം കൂടി ഉണ്ടായിരുന്നല്ലോ. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടെന്ന് വിജയ്ക്ക് ഒരു ബോധമില്ലാത്തതാ മെയിൻ പ്രോബ്ലം. എന്തെങ്കിലുമൊക്കെ ഒരു കെയർ വേണ്ടേ? അതുകൊണ്ടല്ലേ ഞാനൊരു ഡോക്ടറെ തന്നെ കെട്ടി. ട്രീറ്റ്മെൻറ്റ് 24 hours കൂടെ തന്നെ കാണും. എൻ്റെ കണ്ടീഷനിൽ ഹൈക്കിങ്ങും സ്വിമ്മിങ്ങൊന്നും അധികം പാടില്ലെന്ന്. എനിക്കിഷ്ടം അതൊക്കെ തന്നെ. പിന്നെന്ത് ചെയ്യാന്? നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണോ. തനിക്ക് വിക്കും, എനിക്ക് ഹാർട്ടും. അത്രയുള്ള ഡിഫറൻസ്.